സന്ദേശം അതേപോലെ പവിത്രമായ മറ്റൊന്നുകൂടിയുണ്ട്. നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും നിങ്ങൾക്കുള്ള ബന്ധം. ഇന്ന് നമ്മൾ ധരിക്കുന്നു, നമ്മളെ ജനിച്ച സമയത്ത് നമ്മളെ പിച്ച വെച്ച് നടക്കാൻ പഠിപ്പിച്ച അച്ഛനും അമ്മയും, കരയുമ്പോൾ കണ്ണുനീര് തുടച്ച അമ്മ, നമ്മളെ ചിരിപ്പിച്ചവര്, നമ്മളുടെ ജീവിത സുഖങ്ങൾക്ക് വേണ്ടി അവർ ഉറക്കം മാറ്റിവെച്ചവര്, അവരുടെ സർവ്വസമ്പത്തും മക്കളെ വളർത്താൻ വേണ്ടി ഉപയോഗിച്ചവര്, നിങ്ങൾ വളർന്ന് വലുതാവുന്നത് കണ്ടപ്പോൾ അസൂയയോ കുശുമ്പോ പകയോ ഇല്ലാത്ത ലോകത്തിലെ രണ്ട് വ്യക്തികളാണ്. നിങ്ങളോട് അസൂയയില്ല, നിങ്ങളോട് കുശുമ്പില്ല, നിങ്ങളോട് പകയില്ലാത്ത ലോകത്തിലെ രണ്ട് വ്യക്തികൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ അത് നിങ്ങൾക്ക് ജന്മം നൽകിയ അച്ഛനും അമ്മയുമാണ്. ആ അച്ഛന്റെയും അമ്മയുടെയും മടിയിൽ കിടന്ന് അവരുടെ പാല് കുടിച്ച് അവരമ്പിളിയമ്മാവനെ കാണിച്ചു തന്ന് ചോറ് തന്ന് വളർത്തിയ നിങ്ങൾക്ക് തിരിച്ച് അവരെ ഒന്ന് സഹായിക്കേണ്ട കാലം വരും. അവർ കട്ടിലിൽ കിടക്കുമ്പോൾ, വയ്യ എന്ന് പറഞ്ഞ് കിടക്കുമ്പോൾ അവർ കണ്ണടച്ചു പ്രാർത്ഥിക്കും, എന്റെ മകനൊന്ന് വന്നിരുന്നെങ്കില്, എന്റെ മകളൊന്ന് വന്നിരുന്നെങ്കില്, എന്നെ ഒന്ന് താങ്ങി നിർത്തി ഇരുത്തിയിരുന്നെങ്കില്, എനിക്ക് അവനെ നോക്കി ഒന്ന് ചിരിക്കണം, ആ മകനെയും മകളെയും നോക്കി ഒന്ന് ചിരിക്കണം, അവന്റെ തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിക്കണം. അച്ഛന്റെ അന്ത്യയാത്രയ്ക്ക് മുമ്പ്, അമ്മയുടെ അന്ത്യയാത്രയ്ക്ക് മുമ്പ് അവനോട് പറയണം, മോനെ നീ നന്നായി വരണം. അച്ഛൻ മുകളിൽ നിന്ന് നോക്കും, അമ്മ മുകളിൽ നിന്ന് നോക്കും, നിന്റെ വളർച്ച നന്നായിരിക്കണം. അച്ഛന്റെയും അമ്മയുടെയും ആ മനസ്സ് നിനക്ക് എന്നും അനുഗ്രഹം തരും. ഇത് പറയാൻ ലോകത്തിൽ രണ്ടുപേരേ ഉള്ളൂ മക്കളെ എന്നെനിക്ക് പറയണം തോന്നുന്നു. അത് നിങ്ങളുടെ അച്ഛനും അമ്മയുമാണ്. അവരെ ഒരു കാരണവശാലും അവർക്ക് നടക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾ കൈ കൊടുക്കണം. അവരെ പിച്ച വെച്ച് നടക്കേണ്ട അവസ്ഥ വരും. 75, 80, 85, 90 ആവുമ്പോൾ കൈപിടിച്ച് നടത്തിക്കണം. അവര് നടന്ന സ്ഥലം മുഴുവനും കാണിക്കണം. കൈ അനങ്ങാൻ പറ്റുന്ന കാലമാണ്. വയ്യായെങ്കിൽ നിങ്ങൾ വായിൽ ചോറ് കൊടുക്കണം, അവരുടെ കണ്ണുനീര് തുടയ്ക്കണം. അന്ന് അവരനുഗ്രഹിക്കും. നിങ്ങളുടെ തലയ്ക്ക് കൈവച്ച്, നീ എന്റെ മകനായി പിറന്നതില്, മകളായി പിറന്നതില് ഈ അച്ഛനും അമ്മയ്ക്കും സന്തോഷമുണ്ട്. നിന്നെ പോലൊരു മകനെയും മകളെയും കിട്ടിയതില് പുണ്യം ചെയ്തു അച്ഛനും അമ്മയും എന്ന് പറയിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അന്നാണ് നിങ്ങൾ പുത്രന്മാരാകുന്നത്, പുത്രിമാരാകുന്നത്. എന്നെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നു, നിങ്ങൾ കാരണമോ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ കാരണമോ അച്ഛനെയും അമ്മയെയും ഒരു വൃദ്ധസദനത്തിലാക്കണമെങ്കിൽ, വൃദ്ധസദനത്തിലാക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് ഒന്ന് ചിന്തിക്കുക. അച്ഛനെ കാറില് കൊണ്ടുപോയി വൃദ്ധസദനത്തിലാക്കി നിങ്ങൾ അച്ഛൻ നിങ്ങളോട് ടാറ്റ പറയും. നിങ്ങളും അച്ഛനോട് ടാറ്റ പറയുന്നൊരു ദിവസം ഓർക്കാം. അവിടെ നിന്ന് രണ്ട് കാര്യം കൂടി ഓർക്കാം. അച്ഛനോട് ടാറ്റ പറഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് വരുമല്ലോ, രണ്ട് കാര്യം. ഒരു കാര്യം, നിങ്ങൾ LKGയിൽ പഠിക്കുമ്പോൾ ആ സമയത്ത് നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ സ്കൂളിൽ കൊണ്ടാക്കുമ്പോൾ നിങ്ങൾ കരഞ്ഞകത്തേക്ക് പോയില്ലേ? ആ സമയത്ത് കരയുമ്പോ നിങ്ങൾ എന്താ ചിന്തിച്ചത്? 3:30 മണിക്ക് എന്റെ അച്ഛൻ എന്നെ കൊണ്ടുപോകാൻ വരും, 3:30 മണി വരെ ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ കഴിച്ചുകൂട്ടും കരഞ്ഞ് എന്റെ അച്ഛൻ എന്നെ കൊണ്ടുപോകാൻ വരുന്നുണ്ടോ, എന്റെ അമ്മ എന്നെ കൊണ്ടുപോകാൻ വരുന്നുണ്ടോ നോക്കിയിട്ട് ആ അച്ഛനെയും അമ്മയെയും കാണുമ്പോൾ ആഹ്ലാദിച്ച് തിമർത്ത 4.5 വയസ്സായ ഒരു കുട്ടിയായിരുന്നു നിങ്ങൾ. അവരുടെ വരവും പ്രതീക്ഷിച്ചിരിക്കുന്നു. ഇന്ന് തിരിച്ച് നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ വരവും പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും. അതിനൊരവസ്ഥ വരണോ എന്നൊന്ന് ചിന്തിക്കാം. അവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ അച്ഛനോട് യാത്ര പറഞ്ഞതുപോലെ നിങ്ങളെ വൃദ്ധസദനത്തിലാക്കി നിങ്ങളുടെ മകൻ യാത്ര പറയുന്ന ഒരു ദിവസം വരില്ലേ? ആ നിങ്ങൾ വൃദ്ധസദനത്തിലായി നിങ്ങളുടെ മകൻ അച്ഛന്റെ പേരിൽ ഞാൻ 3 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛന് ദിവസവും രാവിലെ 4 ദോശ കിട്ടും, ഉച്ചയ്ക്ക് 2 കറി കൂട്ടി ചോറ് കിട്ടും, വൈകുന്നേരം 1 വടയും ദോശയും കിട്ടും, അല്ലെ 1 വടയും ചായയും കിട്ടും, രാത്രി ചിലപ്പോ കഞ്ഞിയായിരിക്കും. അവര് പറഞ്ഞത് രാത്രിയും ചോറ് കൊടുക്കണമെങ്കിൽ 4 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രാത്രിയും കൂടി ചോറ് തരാൻ പാകത്തിന് ഡെപ്പോസിറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. അച്ഛനറിയാലോ എന്റെ വിഷമം. അപ്പൊ അച്ഛൻ ചിരിക്കും, മകനെ നിന്നെ പഠിപ്പിച്ച് വളർത്താൻ ചെലവാക്കിയ എമൗണ്ടോ അതിന്റെ ഇൻട്രസ്റ്റോ അച്ഛൻ എഴുതി വെച്ചില്ലല്ലോ, അച്ഛൻ എഴുതി വെച്ച് നിന്നെ കാണിച്ചില്ലല്ലോ,
LKG വാങ്ങിച്ചു കൊടുത്ത ഉടുപ്പിന് 48 രൂപ, വാങ്ങിച്ചു കൊടുത്ത പുസ്തകത്തിന് 125 രൂപ, എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുമ്പോൾ വാങ്ങിച്ചു കൊടുത്ത പുസ്തകത്തിന്റെ കണക്ക് ഒന്നും പറഞ്ഞില്ല അച്ഛനും അമ്മയും. നീ 3 ലക്ഷത്തിൽ നിന്ന് 4 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് കൊടുത്ത അച്ഛന്റെ അവസാന ശ്വാസം വരെ. അപ്പോ സാരമില്ല മോനെ, അച്ഛൻ കഞ്ഞിയായാലെന്തും എന്തായാലെന്തും ഒരു പ്രശ്നമില്ല, ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് ഒന്നും അല്ല. പിന്നെ അച്ഛൻ നല്ല മകനാണെങ്കിൽ ഒന്നുകൂടി പറയും, അച്ഛൻ ഇപ്പൊ ആരോഗ്യമുണ്ട്, രാവിലെ 3 ദോശ, കുറച്ച് കഴിയുമ്പോൾ അച്ഛൻ 2 ദോശയെ തിന്നുള്ളൂ, അതുകൊണ്ട് ആ ഇപ്പോഴത്തെ തിന്നുന്ന 1 ദോശ കുറയുമ്പോൾ ആ ദോശ കോമ്പൻസേറ്റ് ചെയ്തിട്ട് വൈകുന്നേരം കഞ്ഞിയുള്ളത് ചോറാക്കാന്ന് അവര് പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചിട്ടുണ്ട്, ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന മക്കളുമുണ്ട്. കാരണം രാവിലെ 2 ദോശയെ തിന്നാൻ പറ്റുള്ളൂ എന്ന ആരോഗ്യത്തിന്റെ അവസ്ഥ എത്തുമ്പോൾ അഡീഷണൽ 1 ദോശയുടെ എമൗണ്ട് ഉണ്ടല്ലോ, ആ എമൗണ്ട് വൈകുന്നേരത്തെ കഞ്ഞി വെള്ളം കളഞ്ഞ് ചോറാക്കാനുള്ള അഡീഷണൽ പോയിന്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ സമയത്ത് ആ അച്ഛൻ വലത്തെ കൈയെടുത്ത് മകന്റെ തലയിലൊന്ന് വെച്ചു എന്ന് വിചാരിക്കാം. അത് പൊട്ടിത്തെറിച്ചില്ലെങ്കിലും അകത്തെ ബ്രെയിൻ കലങ്ങാതിരിക്കില്ല. അത് ഒരു സയൻസിനും അതിന് ഉത്തരം പറയാൻ സാധിക്കില്ല. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്, ഭാര്യാഭർത്തൃബന്ധം ദൃഢമാക്കുന്നത് പോലെ നിങ്ങളുടെ അച്ഛനോടും അമ്മയോടുമുള്ള കടപ്പാട് ബന്ധം ആസ്വദിക്കാൻ, അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങൾ നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും എപ്രകാരമാണോ പെരുമാറിയത് അത് തന്നെ ആയിരിക്കും മക്കൾ നിങ്ങളോട് പെരുമാറുന്നത്. അച്ഛനെയും അമ്മയെയും, പറയാൻ പാടില്ലാത്തൊരു വരി ഞാൻ ഈ സദസ്സിൽ പറയാം, അച്ഛനെയും അമ്മയെയും കുത്തുവാള എടുപ്പിച്ചാൽ അവരുടെ മക്കള് ആ അച്ഛനെയും അമ്മയെയും കുത്താത്ത വാള എടുപ്പിക്കാതിരിക്കില്ല. എന്താ കുത്താത്ത വാള എന്ന് പറയാൻ കാരണം, കുത്തിയ വാളയുടെ കൂട്ടത്തിൽ 6% ഇൻട്രസ്റ്റ് കൂടി ചേരും. മകൻ ചെയ്ത നെഗറ്റീവിന് മകന്റെ മകൻ കോമ്പൻസേറ്റ് ചെയ്യുമ്പോൾ ആ നെഗറ്റീവിന് ഒരു ഇൻട്രസ്റ്റ് കൂടിയുണ്ട്. അതുകൂടി ചേർത്തിട്ടായിരിക്കും മകൻ അച്ഛനോട്, അച്ഛന്റെ അച്ഛനോട് അച്ഛൻ എങ്ങനെ പെരുമാറിയോ അതേപോലെ പെരുമാറുന്നത്. ഈ കുടുംബ ബന്ധം നല്ല രീതിയിലാക്കുക. മകനും ശ്രമിക്കണം, മരുമകളും ശ്രമിക്കണം, മകളും ശ്രമിക്കണം, മരുമകനും ശ്രമിക്കണം. സാധിക്കണം. ഭാരതീയർക്ക് അത് സാധിക്കും, കേരളീയർക്ക് അത് സാധിക്കണം. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച ഒന്നാമത്തെ പോയിന്റ്, നിങ്ങൾ എന്ന വ്യക്തി ഉയരുക, വളരുക, ജീവിച്ചിരിക്കുന്നത് പ്രയോജനപ്രദമാണെന്ന് ഉത്തമ ബോധ്യമുണ്ടാക്കുക. രണ്ടാമത്തെ പോയിന്റ്, നിങ്ങൾ ജീവിക്കുന്ന വീട്, കുടുംബം, ആ കുടുംബത്തില് നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ ഭർത്താവിനോട്, നിങ്ങളുടെ മക്കളോട് നന്മയുടെ സന്ദേശം അറിയിക്കാൻ വേണ്ടി ജീവിക്കുക. ചിരിച്ചുകൊണ്ട് ജീവിക്കുക. എത്ര കാലമാണോ ജീവിക്കുക എന്ന് അറിഞ്ഞുകൂടാ. 1 കപ്പ് ചായ നിങ്ങൾ കുടിക്കുന്നുണ്ടെങ്കിൽ ആ കപ്പ് ചായ സന്തോഷത്തോട് കുടിക്കുക. സന്തോഷത്തോടു കൂടി, വെറുതെ ആന വെള്ളം കുടിക്കുന്ന മാതിരി ചായ കുടിക്കരുത്. സന്തോഷിക്കുക. ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ സന്തോഷിച്ച്, അരമണിക്കൂർ വീട്ടുകാരുമായി സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട്. ജീവിതത്തിൽ സുഖമുണ്ട്, ദുഃഖമുണ്ട്, ജയമുണ്ട്, പരാജയമുണ്ട്, ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, ചൂടുണ്ട്, തണുപ്പുണ്ട്, ലാഭമുണ്ട്, നഷ്ടമുണ്ട്. ഈ ഓപ്പോസിറ്റുകളുടെ മിക്സ്ചറാണ് ജീവിതം. വീണ്ടും ഞാൻ ആ വരി ആവർത്തിക്കുന്നു, അറിഞ്ഞുകൊണ്ട് ആവർത്തിക്കുകയാണ്. ജീവിതത്തിൽ ലാഭമുണ്ട്, ചില സ്ഥലത്ത് നഷ്ടമുണ്ട്, ചില സ്ഥലത്ത് സുഖമുണ്ട്, ചില സ്ഥലത്ത് ദുഃഖമുണ്ട്, ചില സമയത്ത് ചൂടുണ്ട്, ചില സമയത്ത് തണുപ്പുണ്ട്, ചില സമയത്ത് ഉയരും, ചില സമയത്ത് താഴും, ചില സമയത്ത് നിങ്ങളെ ചിലർ സ്തുതിക്കും, ചില സമയത്ത് നിങ്ങളെ ചിലർ നിന്ദിക്കും. ഇതെല്ലാം കൂടി ചേർന്നതാണ് ജീവിതം. അതിന്റെ ആകത്തുകയാണ് ജീവിതം എന്നറിയുക. ആ ജീവിതം പാസ്പോർട്ടും വിസയും അടിച്ച് ഈശ്വരൻ നിങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നിരിക്കുന്നു. 1075 വർഷം ജീവിക്കാൻ, 27,500 ദിവസം, 27,500 ദിവസം ജീവിക്കാൻ. ആ ജീവിതം ചിരിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കണം. നിങ്ങൾ എത്ര കരഞ്ഞാലും അതിലാരും റിവാർഡ് ചെയ്യില്ല. എത്ര ചിരിച്ചാലും ആരും നെഗറ്റീവ് പറയില്ല. സുഖവും ദുഃഖവും ജീവിതത്തിൽ ടെമ്പററിയാണ്. സുഖവും ദുഃഖവും ജീവിതത്തിൽ ടെമ്പററിയാണ്, പെർമനന്റ് അല്ല. വീണ്ടും 3ാമത്തെ പ്രാവശ്യം ഞാൻ ആ വരി ആവർത്തിക്കുന്നു. ദുഃഖം വരുമ്പോൾ തളരരുത്, ടെമ്പററിയാണ്. സുഖം വരുമ്പോൾ പരിധിക്കപ്പുറം എക്സൈറ്റഡ് ആകരുത്, അതും ടെമ്പററിയാ. എപ്പോ വേണമെങ്കിൽ തീരും. പക്ഷേ
ആ ജീവിതത്തിന്